ഇറാനെതിരായ സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ മര്യാദ വിട്ടു പ്രവർത്തിച്ചാൽ അത്തരം സാഹചര്യം തള്ളിക്കളയാനാവില്ല. ആണവ ചർച്ചകൾ മാറ്റിവെച്ച് ഹോർമുസ് ഉപരോധം ഒഴിവാക്കണമെന്ന ഇറാന്റെ ആവശ്യം US അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, അവസാനം ഇറാൻ സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങളും ട്രംപ് തള്ളിയിരുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന സൂചന നേരത്തെ നൽകിയിരുന്നു. Well, I don't want to say that. I mean, I can't tell that to a reporter. If they misbehave, if they do something bad, but right now, we'll see. But, you know, it's a possibility that could happen, certainly. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇറാനെതിരായ സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? വിശദാംശങ്ങൾ. അഞ്ജന, തീർച്ചയായും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു സൈനിക നടപടി ഉണ്ടാകുമോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ആ ഒരു സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാനാവില്ല എന്ന നിലപാട് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം സമാധാന ധാരണകൾക്ക് ഇറാൻ തയ്യാറാകാത്ത ഒരു നീക്കമാണ്. ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ നീട്ടിവെക്കുകയും ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറാനിലെ പോർട്ടുകളിലെ ഉപരോധം ഒഴിവാക്കുകയും ചെയ്യണമെന്നൊരാവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിക്കണമെങ്കിൽ ആണവ മിസൈലുകൾ ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ ആയുധ സംവിധാനങ്ങൾ ഒഴിവാക്കുകയും ആണവ ഇന്ധനം യുറേനിയം ഉൾപ്പെടെ രാജ്യത്ത് നിന്ന് മാറ്റുകയും വേണമെന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് അമേരിക്കയും. ഈ ഒരു സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തത്. രണ്ട് വിഭാഗങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു സൂചന ഉണ്ടായത്. അതിനിടെ മസൂദ് പെസഷ്കിയാൻ, ഇറാൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്കുകളും ഇതിൽ നിർണായകമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് താങ്ങാവുന്നതിനപ്പുറമാണ് എന്ന ഇൻടോളറബിൾ എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഒരുപക്ഷെ ആക്രമണം തുടങ്ങി വെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനയും. അതിന് പിന്നാലെയാണ് നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ കാറ്റ്സിന്റെ ഒരു മറുപടി ഉണ്ടായത്. ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു സൈനിക നടപടിയുടെ സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല, അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ട്രംപിന്റെ വാക്കുകൾക്ക്, അതായത് സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്നത് നിർണായകമാണ്. ഒരുപക്ഷെ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജന. ശരി.